എല്ലാം ടേബിളിൽ വെക്കും. അതിന് മതി അച്ചാണ്ടി. പറ്റൂല. അങ്ങനെയൊന്നും വരക്കണ്ട. പിന്നെ ചോപ്പ് വാങ്ങും. എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പറയുന്നത് എങ്ങനെയാണ് സംഭവം. ബലൂണ് വാങ്ങും. അവിടെ വേപ്പിച്ചിട്ട് അവിടെ ഉള്ളില് വെക്കും. ഇവിടെ ടോയ് വെക്കാതെ കണ്ണ് കൂട്ടിയിട്ട് അത് ഇവിടെ നമ്മള് പിന്നെ ചോപ്പ് വരും കൂപ്പിച്ചിട്ട് ഇവിടെ ടേബിളിൽ വെക്കും. എല്ലാം ടേബിളിൽ വെക്കും. ഇവിടെ യെല്ലോ ഉള്ള കണ്ണം കൂട്ടിയിട്ട് അത് യെല്ലോമില് യെല്ലോ പൊട്ടിച്ചാല് പൊട്ടിച്ചിട്ട് അതിന്റെ ടോയ് ഉണ്ടാവും. ടോയ് ഇല്ലാതെ യെല്ലോ പൊട്ടിച്ചാല് ജയിക്കും. അങ്ങനെയാണ്. എല്ലാ കുട്ടിക്കും പുള്ളിക്ക് ടോയ് ഉണ്ടാവൂല. ചോപ്പ് പൊട്ടിക്കാൻ പറ്റൂല. എല്ലാ കുട്ടിക്കും ചോപ്പ് പൊട്ടിച്ചാല് തോൽക്കും. നമുക്ക് വേറെ ദിവസം ചെയ്യാം. ഓക്കെ. കണ്ണ് കെട്ടിക്കാണ്ടല്ലേ കളിക്കണ്ടിയേ പൊട്ടിക്കണ്ടിയത്. കണ്ണിനെ പൊക്കിക്കാ. അത് നമുക്ക് വേറെ ദിവസം ചെയ്യാം. ചോപ്പുള്ള പൊട്ടിച്ചാല് ഒരു ബോംബ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് രീതിയാണ് ചെയ്യാൻ പോണത്? നമ്മള് പേപ്പർ കല്ല് വരച്ചാണ്ട് ചിത്രം വരക്കും. ജയിക്കുന്ന ഒരു ചിത്രം വരക്കൂ. തോൽക്കുള്ളവരല്ലേ കളിക്കുക. എന്നിട്ട് ജയിക്കുന്നവര് വരെ ചിത്രം വരക്കുക. തോൽക്കുന്നവരല്ലേ ചിത്രം വരക്കേണ്ടിയേ? പിന്നെ ജയിക്കുന്നവർ ചിത്രം വരക്കേണ്ടിയേ? അപ്പോലെ മൂന്നാളും ഒരേ ചിത്രം തന്നെ വരക്കണം. അമ്മി പറയണം ഏത് ചിത്രം വരക്കേണ്ടത്. ട്രീ വരക്കുകയാണെങ്കിൽ മൂന്നാളും ഫസ്റ്റ് ട്രീയെ വരക്കാൻ പാടുള്ളൂ. ജയിക്കുന്ന ആൾക്ക് പറയാം എന്ത് പിക്ചറാ വരക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് തോൽക്കുന്ന ഒരു പിക്ചർ വരക്കുക. ഓക്കെ. ജയിക്കുന്ന ആളെ പിക്ചർ വരക്കണം. ജയിക്കുന്ന ആൾ വെച്ചോട്ടെ. ഹൗസ് വരുമ്പോ ഹൗസ് വരക്കുക. കലാസില്ലേ ചിത്രം വരക്കാനേ അറിയില്ല. അമ്പിക്കോ അമ്പിക്കറിയോ? എനിക്കറിയില്ല. പേപ്പറാണ് എനിക്ക് അങ്ങനെ പോണം. എനിക്ക് നിങ്ങളെ പേര് വെട്ടിയും ചെയ്യാം. സ്റ്റോൺ പേപ്പർ സീസർ. സ്റ്റോൺ പേപ്പർ സീസർ. കണ്ടാളി ചേച്ചിനെ. സ്റ്റോൺ പേപ്പർ സീസർ. സ്റ്റോൺ പേപ്പർ സീസർ. കണ്ടായി പറ്റ ഞാൻ ചേച്ചി. ഒരു ബേബി. ബേബി നിങ്ങൾ വെക്കാതെയോ? അതിന് മതി അച്ചാണ്ടി. അതിന് മതി അച്ചാണ്ടി. പ്രശ്നമുള്ള കാര്യമില്ല. കുഞ്ഞി 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 മുടിയിലുണ്ടാവുള്ളൂ. കുഞ്ഞു മുടി, കുഞ്ഞു സക്കിൾ, വായ വേണ്ടേ, കുഞ്ഞു മൂക്ക്, കുഞ്ഞി വായ, കുക്കളും, കുഞ്ഞി ചെവി, വലിയ തലായോ? ഇതെന്ത് ബേബിയാ? കുട്ടിയെ കുഞ്ഞു ബേബിയാണല്ലോ അരക്കണേ. കുഞ്ഞിതുണ്ടാവുക, അത് വലുതല്ല. കുട്ടിയെ ഞാൻ ബേബി വരച്ചു. ഇന്റെ ബേബി എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ലിട്ടാപ്പിനോ അതിണ്ടോ? ഞമ്പി ഇഞ്ചി വരക്കണം ബേബിനെ. മൂന്നാം വരക്കണം ബേബിനെ. ഞമ്പി ബേബിനെ വരക്ക്. കോപ്പി അടിച്ചാൻ പറ്റൂല കേട്ടോ. കോപ്പി അടിക്കാൻ പറ്റൂല. എങ്ങോടാ പറയുന്നത്? വരക്കേ. അത് ബേബിയാ? ആ ബേബിയാ താഴെ. ഇവിടെ ആണ്ടിക്കുട്ടി ഭയങ്കര വരയിലാട്ടോ. നീ സൂപ്പർ വരക്കണ്ടടാ. ഇങ്ങോട്ട് സൂപ്പർ ആയതുകൊണ്ട്. അടിപൊളി അടിപൊളി. ഇനി ബേബിനെ പറഞ്ഞ ആള് വരുന്നോ? ബേബിനെ പറഞ്ഞ ആള് വരക്കോ? എത്ര?
നീ ബേബിനെ പറഞ്ഞ ആള് വരക്കട്ടെ, ഒരാളായി പറഞ്ഞിങ്ങനെ. ഓക്കെ, ഇത് വലിയ ബേബിയാണ്. അങ്ങനെയാണ്. ഉമ്മച്ചി ചെറിയ ബേബിയാണ്ട് തീർച്ചയുണ്ടോ? എനിക്ക് ഇതില്ലല്ലോ, കാണ്ട കൊറച്ച് വെച്ചാ മതി. ആ മതി മുത്തേ. ഉമ്മച്ചിന്റെ ബേബിന്റെ ചെവി നോക്കി മുത്തേ. അവിടെ വാവ്, ഒരു ചെവി വലിയതോ ഒരു ചെവി ചെറുതോ? എന്റെ ബേബിക്ക് മുടിയുള്ള ബേബിയാ, മുടിയാഴ്ച കഴിഞ്ഞില്ലേ തോന്നുന്നുണ്ട്. അമ്മിന്റെ ബേബി ഫ്രീക്ക് ബേബിയാ. ഉമ്മച്ചിന്റെ മൊട്ടതല്ലേ, മുടി ഉണ്ടായി കൊണ്ടുള്ളൂ. ഉപ്പച്ചിന്റെ ബേബി കുപ്പായ കെട്ടണോ? ആ ഇത് വരാനുപ്പായ അല്ലേ? തുണിയൊക്കെ നിന്റെ ഒരു കാക്കായോ? റീൽസ് ചെയ്ത് നോക്കുമ്പോ വേറെ ഇതിലാതാണ് ഏറ്റവും രസമുള്ള ബേബി അമ്പിക്കുട്ടിയെ. ഉമ്മച്ചിന്റെ നിങ്ങൾക്ക് ആരാ പറയും? അല്ല കേസുകളൊക്കെ കമന്റ് ചെയ്യട്ടോ, അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്? ഉമ്മച്ചിന്റെ അമ്മച്ചി കമ്പനി ഞങ്ങൾ ഒത്തുകളിയാ, ഞങ്ങൾക്ക് അമ്മച്ചി കളി. ഞാൻ അതിന്റെ ഇഷ്ടായില്ല. ഞങ്ങൾ പോരാ, ഞങ്ങൾ രണ്ടാ അപേക്ഷ നോക്കുമ്പോ ഞങ്ങൾക്ക് പോരാ. എനിക്കാ ഇന്ത്യ അമേരിക്ക വേണ്ട വേണ്ട. Stone, paper, scissors. 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 Paper, scissors. അമ്മേച്ചി കളി. ഞാൻ ചിത്രം വരക്കണ്ടി. ട്രെയിനോ? സോറി, ട്രെയിൻ. അല്ല ഗൈസ്, ഇവിടെ ട്രെയിൻ വരയ്ക്കുകയാണ് ഗൈസ്. നോക്കട്ടെ. ട്രീ ആണ്. ട്രീ ട്രെയിൻ അല്ല, ട്രീ ആണ്. ട്രീ ആണ്. ഞാൻ ട്രെയിനിട്ടത് ഇനി വെച്ച് ട്രീ എത്താം. ട്രീ കഴിഞ്ഞോ? സൂപ്പറായി ട്രെയിൻ. സൂപ്പറായില്ലേ? സൂപ്പറായിരുന്നു. ഗുഡ് ഗേൾ. നമ്മുടെ കുട്ടീനെ രസമുണ്ട്. ഉമ്മച്ചിക്ക് ട്രീ വരക്കാൻ നല്ല അറിയാതെ തോന്നുന്നുണ്ട് കേട്ടോ. ഉമ്മച്ചി നല്ല കോൺഫിഡൻസിൽ വരക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് അത്ര അറിയില്ല. ട്രീ എടുക്കാൻ അറിയില്ല. അടിപൊളി വരക്കുന്നുണ്ടല്ലോ. ഐശോ ഉമ്മച്ചിക്ക് അറിയില്ല കേട്ടോ. എങ്ങനെ വരക്കാൻ അറിയാം? സെറ്റ് ആയിട്ട് ഐശോ. റൊമാൻറ്റിഫിക്കേഷൻ ഇപ്പച്ചി വരക്കൂല. വരക്കണോ? പറ്റൂല. നൈസ്, അടിപൊളിയടാ. ഇഷ്ടമാണ്. അടിപൊളി കേട്ടോ. ഉമ്മച്ചിന്റെ ട്രീ എങ്ങനെയുണ്ടേ? സൂപ്പർ. ആയിക്കോട്ടെ. നോക്കട്ടെ. ഇത് ഇവിടുത്തെ സ്ഥലമാണ്. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടായി നിക്കണം. ചിങ്കിളിന്റെ കണ്ടോ? കണ്ടില്ല, ആര് കമന്റ് ചെയ്യണ്ട. സൂപ്പർ. നല്ല രസമുണ്ടല്ലോ മുത്തേ. രസമുണ്ട്, നല്ല രസമുണ്ട്. ട്രെയിൻ
പക്ഷെ വെറുതെ പറയാണ് പക്ഷെ എനിക്കറിയാം കൊച്ചിന്റെ മരത്തിന്റെ വേരാ. ഇത് വേറെ ആണത്തെ ഇതിന് കോൺസെൻട്രേഷൻ കടയല്ലേ ചേർച്ചേരി ഇങ്ങനത്തെ വെക്കാൻ ചോട്ടെ. ഇതൊക്കെ പേരുകളാട്ടോ. മേലക്ക് കണ്ടൽക്കാടാ, മേലക്ക് വേരൊക്കെ ഉണ്ടല്ലോ. ഇത് വേറില്ല, ഇതിങ്ങനെ അവിടെ പുല്ലും ചെടിയൊക്കെയാണ്. അത് സംഭവമാണ് കേട്ടോ. അല്ലേ ഇന്നോടെ തിങ്ങാർക്കണ്ടേ വേണ്ട. സംഭവം അടിപൊളി, വരക്കാൻ. തണ്ട് അടിപൊളിയായി, ഇല മൊത്തം പോയി തോന്നുന്നു. ഞാൻ എത്തയച്ചോ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. കേട്ടോ. മുത്തേ നമ്മളെ അടുത്ത മുറ്റത്ത് ഇങ്ങനത്തെ പോലത്തെ മരല്ലേ, ഇതന്നെ സെയിമില്ലേ മുത്തേ, ഇതേപോലത്തെ മരല്ലേ. വാവ്, അല്ല അമ്രിക്കുട്ടിനാണ് ഏറ്റവും ഏറ്റവും ഉഷാറാണ്. പിന്നെ ഐശ്വ. ഓക്കെ, അമ്പിക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായി? ഇതെന്താ അറിയോ, ഇത് സംഭവം എന്താ അറിയോ, ഇത് ഈ മരത്തിന്റെ ഫാദർ, മരത്തിന്റെ മദർ, മറ്റു ഇത് ബേബി. ബേബി, അതെ. ഓക്കെ. Stone, pepper, scissors. Stone, pepper, scissors. Stone, pepper, scissors. Stone, pepper, scissors. സംഭവത്തിൽ guys, നേരത്തെ ഞാൻ ജയിച്ചിരുന്നു, പക്ഷെ അതന്നെ മതി. ഹൗസ് ഹൗസ് വലിപ്പിച്ച വരച്ചിക്കണേ, പറ്റിയാ പറയണ്ടേ. ഓക്കെ. അമ്പിക്കുട്ടി ഹൗസ് വരക്കണേ. അമ്രിക്കുട്ടി കാര്യം പറഞ്ഞിരുന്നു. അമ്മി നേരത്തെ ഒരു ഹൗസ് വരച്ചു. ഈ ഹൗസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താ, ഇത് എന്ത് ഹൗസാണ്? അങ്ങനെയൊന്നും വരക്കണ്ട. അങ്ങനെ വരക്കണ്ടേ? ഇതിന് കൈ വെക്കണതോ ബാത്റൂമോ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞു കൊടുത്തു. ഞാക്ക് ഏതാണ് പറഞ്ഞു കൊടുത്താ? ഇത് ഗ്ലോ ഹൗസ് ആണ് കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ എവിടെയാണ്? ഉള്ളില്. നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് അതൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട് അത് കാണാൻ കഴിയില്ല അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഇപ്പച്ചിക്ക് വീട് വരക്കാൻ ചെന്നത്തെ ഓള് നേരത്തെ പറഞ്ഞ ഇപ്പച്ചി വരക്കണ്ട, ഇപ്പച്ചിക്ക് വരക്കാറില്ലാന്ന്. ഉപ്പച്ചിന്റെ വീട് സൂപ്പറാണ്. ഇപ്പച്ചിക്ക് അടിപൊളിയായിട്ട് വരക്കാൻ ചെന്നോ. എന്ത് വേണം? ഓട് വീടാ? ഓട് വീട്, റോഡാ? വാ, എല്ലാരും ആദ്യം തറകടല്. ഇത് ആദ്യം മേൽക്കൂല്. ഓക്കെ ഗൈസ്, ഉപ്പച്ചി വെച്ചാൽ നോക്കാം. എനിക്കിലും ഹൗസ് സ്റ്റെപ്പ് വീടാ. ഒരു ഡോർ നോക്കട്ടെ. ഡോർ അടച്ചിട്ടോ? ഇതൊരു വിൻഡോ. തുറന്നിട്ടോ? കഴിഞ്ഞോ? ഇഷ്ടപ്പെട്ടെന്നോ? അമ്മ വീട് വരച്ചില്ല, ഇനി അമ്മ വേറെ വീട് വീട് ഇനി വരക്കുണ്ടോ? മൂട്ടിട്ട് പോയില്ലേ മുട്ടി ഉമ്മച്ചീനെ തിന്നാണ്ടുള്ള വീടാട്ട ക്ലാസ്. നേരെ തിന്നാണ്ട് ഇങ്ങോട്ട് തിന്നാണ്ട് ഇങ്ങനെ വീട് വയ്ക്കാൻ വെച്ചിട്ട് വല്ലാതെ അറിയാം.
വാവ്, അടിപൊളി. അയ്യോ, അടിപൊളി. വീട് മാത്രം പോരെ ഇങ്ങനത്തെ വേണ്ടല്ലോ. മതി സെറ്റ്. ഗൈസ്, അപ്പൊ അമ്പിക്കുട്ടിന്റെ ചലഞ്ച് ചെയ്തു. അമ്മിക്കുട്ടി ഇന്നത്തെ കണ്ടന്റ് നമ്മുടെ അയ്മക്കുട്ടിന്റെ ചലഞ്ചാണ്. അതെ. ഗൈസ്, അയ്മക്കുട്ടിയുടെ ബേബി, ഐഷുവിന്റെ ബേബി, എന്റെ ബേബി, പിന്നെ യെസ് വേണ്ടോ. ഇത് മെച്ചിന്റെ ട്രീ, കൊച്ചിന്റെ ട്രീ. ഓക്കെ, ഇത് അമ്മിക്കുട്ടിന്റെ ഹൗസ്, ഇഗ്ലൂ ഹൗസ്. ഹൗസ്, ഇത് മൈ ഹൗസ്, ഐഷു ഹൗസ്. അപ്പൊ ഇത്രയും നമ്മൾ കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇതായിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ ആരൊക്കെ ഫോട്ടോസ് ആണ് ഇതിൽ ഉഷാറ് എന്നുള്ളത് ഇന്നോടല്ല പറയണ്ടേ, അവിടെ പറയണ്ടേ ഒരു ഡൂല അവർ പറഞ്ഞിട്ട് കാര്യം. അല്ലേ? വീഡിയോ ഇഷ്ടമായാല് കമന്റ് ചെയ്തു. അപ്പൊ ഗൈസ്, ഓക്കെ, ബൈ. ബൈ.